ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് അടിച്ച് പോകാനായിട്ടാണ് ഈ ബ്ലാക്ക് കളറിലെ പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ക്യാൻവാസ് വെച്ചാണ് ഞാൻ ഈ നെക്ക് ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഈ നെക്ക് ചെയ്തെടുക്കുന്നത്. 14 ഇഞ്ചസിലാണ് ഞാൻ നെക്കും ഷോൾഡറും കൂടി ഇവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് വരുമ്പോഴേക്കും 7 ഇഞ്ചസാണ്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതനുസരിച്ച് ഇതുപോലെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പീസ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെയാണ്. ഇതിൻ്റെ നെക്കിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ താഴേക്കും ഒരു ഹോളായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു 2 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നോർമൽ എടുക്കുന്ന നെക്കിനേക്കാളും ഒരു 2 ഇഞ്ച് കുറവാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ചിൽ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഇഞ്ച് ഹോളിനും കൂടി, താഴത്തെ ഒരു ഹോളിനും കൂടി 2 ഇഞ്ച് വേണ്ടി വരും. അപ്പോൾ മൊത്തം 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതുകൂടാതെ ക്യാൻവാസ് അടിക്കാനായിട്ട് താഴെ റൗണ്ടായിട്ട് നമ്മൾ വരുന്നതിന് ക്യാൻവാസ് അടിക്കുന്നതിന് ഒരു 2 ഇഞ്ച് കൂടി നമുക്ക് എക്സ്ട്രാ വേണം. ഇതിപ്പോൾ എനിക്ക് ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. നമുക്കൊരു 9.5 ഇഞ്ചിൽ മതിയാകും. അപ്പോൾ അതിൽ തന്നെ ക്യാൻവാസ് ഇതേപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് വിഡ്ത്തിലും 10 ഇഞ്ച് ലെങ്ത്തിലുള്ള പീസാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ നെക്കിൻ്റെ അളവ് ഞാനിപ്പോൾ 3.5 ഇഞ്ചിലാണ് എനിക്ക് നെക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3.8 മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗത്ത് ഈ റാ പോലെ വരുന്നതുകൊണ്ട് കുറച്ച് ഇറക്കി വെച്ചാലും നമുക്കത് നന്നായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ഇറക്കി മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ 5 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് കുറച്ച് വേണം ആദ്യം മാർക്ക് ചെയ്യാനായിട്ട്. താഴേക്ക് നെക്കിന് ഇനിയും ഇറക്കം വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഈ വരച്ച ഭാഗം നമുക്ക് സ്കെയിൽ കൊണ്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പാത്രം വെച്ച് ഇതാ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രം വെച്ച് റൗണ്ട് ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. ക്യാൻവാസിലപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ പാത്രം വെച്ചുള്ള ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് റൗണ്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ റാ പോലെ വരച്ച് കൊടുക്കുകയും വേണം. അതിനും ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ഞാൻ വെച്ചിട്ട് ഒരു ഹാഫ് പൊസിഷൻ മുകളിലാക്കി വെച്ചിട്ട് ആണ് ഇവിടെ റൗണ്ട് ചെയ്ത് ഇതേപോലെ എടുക്കുന്നത്. ഇതേപോലെ മുട്ടിച്ച് ഓരോന്നിൻ്റെ പാർട്ട് വരച്ച് തീരുന്നു. അതിലേക്ക് അടുത്ത ഭാഗം വെച്ചിട്ട് മുട്ടിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഈ മെത്തേഡ് വരച്ച് എടുക്കാവുന്നതാണ്. 5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ നെക്ക് എടുത്തിരിക്കുന്നത്. അതിൽ വെച്ചാണ് ഈ റൗണ്ട് 4 വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വിട്ടിട്ട് ഇതേപോലെ ഒരു റൗണ്ട് കൂടെ നമുക്ക് താഴെ വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ സെൻറ്ററിലാക്കി ആ മൂടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ താഴെ ഒരു റൗണ്ട് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി മുകളിലത്തെ ആ റൗണ്ടിൽ നിന്നും താഴത്തെ ഈ റൗണ്ടിലേക്ക് ഒരു വര വരച്ച് അത് നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ റൗണ്ടാക്കി ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴത്തെ ഭാഗത്ത് ക്യാൻവാസ് വേണ്ട ഭാഗം ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 ഇഞ്ച് അളവിലാണ് എടുക്കുന്നത്. നമ്മളുടെ നെക്കിനേക്കാളും 1 ഇഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ആദ്യം തന്നെ ഇടാം. എന്നിട്ട് നമുക്കതൊന്ന് സ്കെയിൽ കൊണ്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി താഴത്തെ റൗണ്ട് പോലെ വന്നിരിക്കുന്ന ഭാഗത്തും നമുക്ക് 1 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് ഇപ്പോൾ സ്കെയിൽ കൊണ്ട് ആ വരച്ച വരയിലേക്ക് 1 ഇഞ്ച് എത്തുന്ന രീതിയിൽ അവിടെയും ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് പോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൈകൊണ്ടൊന്ന് നമുക്ക് ഇതേപോലെ എല്ലാ പോയിൻറ്റിലേക്കും വരച്ചു കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് ആ ഭാഗം വരെ നമുക്ക് 1 ഇഞ്ചിൽ കിട്ടി. ഇനി ലാസ്റ്റ് വരച്ച റൗണ്ടിൻ്റെ ഭാഗത്തും ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ പോയിൻറ്റുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ കറക്റ്റ് ഇതേപോലുള്ള ലെങ്ത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 5 ഇഞ്ചിൻ്റെ ഒപ്പം എക്സ്ട്രാ താഴത്തെ റൗണ്ടിനും കൂടി ആയിട്ട് 7 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്.
അപ്പോൾ നമ്മൾ 5 ഇഞ്ച് നെക്കിന് വേണ്ടിയും 2 ഇഞ്ച് താഴത്തെ റൗണ്ടിന് വേണ്ടിയും കൂടിയാണ് 7 ഇഞ്ച് ഇവിടെ നെക്കിന് എടുത്തത്. അപ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന നെക്കിനേക്കാളും ഒരു 2 ഇഞ്ച് കുറവ് മതി ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആ റൗണ്ട് വരക്കാനായിട്ട് ആ 2 ഇഞ്ച് കുറച്ച് നമ്മൾ എടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ ഈ വരച്ച വരയിലൂടെ നമുക്ക് ഇതൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. താഴത്തെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്കി ഒരു റൗണ്ടും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റരുത്. ബാക്കിയെല്ലാം നമ്മൾ പോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വരച്ച വരയിലൂടെ നമുക്ക് ഇതായം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇനി ഇത് നമ്മളുടെ ഫ്രണ്ടിൽ വെക്കുന്ന പീസിലേക്കാണ് ഇത് അയൺ ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ ഉൾവശത്താണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഉള്ള രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ അങ്ങനെ ഇത് അയൺ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻട്രൽ പൊസിഷനിൽ രണ്ട് മെയിൻ ക്ലോത്തിൻ്റെയും നമ്മളിപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്ന പീസിൻ്റെയും സെൻട്രൽ പൊസിഷനിൽ ഓരോ നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ പൊസിഷൻ തിരിച്ചറിയാൻ വേണ്ടിയായിട്ട്. എന്നിട്ട് ഞാനിത് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് നമുക്ക് മടക്കി അടിക്കുമ്പോൾ കുറച്ചുകൂടെ വേണം. അതിന് വേണ്ടിയാണ് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമുക്ക് ഇതൊന്ന് മടക്കി അടിച്ചെടുക്കാം. ഉൾവശത്ത് വെച്ചാണ് കേട്ടോ ഞാനിത് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല വശമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ അറ്റത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ക്ലോത്ത് മതിയാകും നമുക്ക് മടക്കി അടിക്കാനായിട്ട്. ഇനി ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ശരിക്ക് അവിടെ വളഞ്ഞ് അടിച്ച് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോഴേക്കും ചെറിയൊരു കട്ടിങ്, അത് നമ്മൾ ഓവറായിട്ട് കയറി പോകുന്ന രീതിയിൽ കട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ തുണി കട്ടായി പോകും. ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് മാത്രം നമ്മൾ അത് ഒന്ന് മടക്കി അടിക്കുക. റൗണ്ട് വരുന്ന ഭാഗമെല്ലാം ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ച് ചുളിവുകളില്ലാതെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും നെക്കിൻ്റെ ആ ക്യാൻവാസ് വെച്ച ഭാഗമെല്ലാം ചുളിവായിട്ടിരിക്കും. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇതേപോലെ ആ മൂലഭാഗം വരുമ്പോഴേക്കും ചെറിയൊരു കട്ടിങ്, അറ്റം വരെ ആ കട്ടിങ് എത്തണ്ട, നമുക്ക് അത് മടക്കാൻ പറ്റുന്ന വിധത്തിൽ മടക്കിയിട്ട് ഇതേപോലെ അടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ചെറിയൊരു കട്ടിങ്ങാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി എല്ലാ ഭാഗത്തും അടിച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാ ചുളിവുകളും മാറ്റി ഇതേപോലെ ഒന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ബാക്കി വന്നിരിക്കുന്ന ഭാഗം ഞാനിപ്പോൾ 3/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുത്താണ് നമുക്ക് അടിച്ച് വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ പോയി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ചധികം എടുത്തിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിന് മുന്നേ നമുക്ക് കറക്റ്റ് സെൻട്രൽ പോയിൻ്റ് നോക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് മാറിപ്പോവില്ല. ഇനി നമ്മൾ ഈ റൗണ്ട് വന്നിരിക്കുന്ന ഭാഗം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ റൗണ്ടിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും നമ്മളുടെ ആ റൗണ്ടിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുള്ളായിട്ട്, അതും ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ സ്ലോ ആയിട്ട് അടിച്ച് പോന്നാൽ മതിയാകും. അതിൻ്റെ വി പോലെ വരുന്ന ഭാഗം, ആ റൗണ്ട് കഴിഞ്ഞിട്ട് വി പോലെ വരുന്ന ഭാഗമെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. കറക്റ്റ് റൗണ്ടിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് നെക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവരും സ്ലോയിലൂടെ ചുളിവുകളെല്ലാം മാറ്റി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി ആ ഹോൾ ഭാഗം അടിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് കൂടെ തന്നെ കറക്റ്റ് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഇതേപോലെ ക്യാൻവാസും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നെക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ റൗണ്ടിലൂടെ നമ്മൾ കറക്റ്റായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ക്യാൻവാസിലൊന്നും
കട്ടിങ് കൊള്ളാതെ ശ്രദ്ധിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ആ വീയുടെ ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് കുറച്ച് ഇറക്കി വേണം, സ്റ്റിച്ചിങ്ങിൻ്റെ തൊട്ട് മുന്നേ വരെ എടുത്തിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ റൗണ്ടിൻ്റെ ഇടയിൽ ആ വി പോലെ ഇറങ്ങിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ നോച്ചുകൾ സ്റ്റിച്ചിങ് തട്ടാതെ ചെറിയ ചെറിയ നോച്ചുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ. ഇനി ആ റൗണ്ടിൻ്റെ ഭാഗം കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതേപോലെ ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് കത്രി കൊണ്ട് കുത്തിയിട്ടാണ് തിരിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ സ്റ്റിച്ച് വിട്ടു പോകാതെ നോക്കണം. അങ്ങനെ നമ്മൾ ശക്തിയായിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സൈഡ് ഭാഗം കൂടെ നമുക്ക് ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നമ്മളൊന്ന് നെക്ക് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് അടിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചുളിവിൽ കൂടെ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ചുളിവായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് എല്ലാ ഭാഗവും അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പിൻ കുത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചരിഞ്ഞു പോകാതെയും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ നടുഭാഗത്ത് ഒരു മുത്ത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്കിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്